അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വെച്ചു കേട്ടോ. ചേട്ടനും ചേട്ടനും എല്ലാവരും കൂടെ അവർ ജോലി. അപ്പോൾ ഇന്ന് ഞാനും പൊന്നും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പം ഞങ്ങളുടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാന്ന് വെച്ചു. അപ്പോൾ ഞാനും പൊന്നും മാത്രമല്ല, ബാക്കി എല്ലാവരും അവരവരുടെ ജോലിക്ക്. പിന്നെ ചേട്ടൻ അമ്മയ്ക്ക് വന്നിട്ട് 3 ദിവസത്തെ പണിയുണ്ട് തൊഴിലുറപ്പ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയി. കുറച്ച് ദിവസം കൊണ്ട് വീഡിയോസ് ഒന്നും ഇടുന്നില്ല ഞാൻ. അത് വേറെ ഒന്നുമല്ല. ഒന്നാമത്തെ കാര്യം, പൊന്നൂന് വയ്യ, എനിക്കും വയ്യ. പൊന്നൂന് വയ്യാത്തതുകൊണ്ട് തന്നെ അവക്ക് വയ്യാതിരുന്ന ഞാൻ കൂടെ വേണം. പൊന്നേ അവക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ കൂടെ വേണം. അവള് അപ്പുറത്ത് നിൽക്കുക കേട്ടോ. അതുകൊണ്ട് എനിക്ക് പേടി, അവൾ ഓടിക്കളയും, ചിലപ്പോൾ റോഡിലോട്ട് ഓടും. അതുകൊണ്ടാണ് ഞാൻ അവളെ വിളിക്കുന്നത്, അവളെ സൈഡിൽ നിൽക്കുന്നത്. അപ്പോൾ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേര് സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോസ് കാണുന്നുണ്ട്. ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇത് ലൈക്ക് കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ രാവിലെ തന്നെ ആദ്യം ചെയ്യുന്ന കാര്യം ഈ സ്റ്റാൻഡ് എടുത്ത് പുറത്ത് വയ്ക്കുക കേട്ടോ. കുറച്ച് തുണികളാണ്, തുണികൾ ഉണങ്ങത്തില്ല. മഴ ആയതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ദിവസം മഴയായിരുന്നു. ഇപ്പോൾ വെയിൽ വന്നിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ തുണി എടുത്ത് പുറത്ത് വെച്ച് ഉണങ്ങാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ ഞാനും പൊന്നും കൂടെ നേരെ ടെറസിലോട്ട് പോയി കേട്ടോ. അപ്പോൾ വിശാനും ഉണ്ണിച്ചേട്ടനും ഒക്കെ ജോലിക്ക് പോകാൻ വേണ്ടി അവർ ഇറങ്ങിയിട്ടുണ്ട്. പൊന്നുവിനെ അവിടെ നിർത്തി ആൾ ഫുൾ അടിയുണ്ടാകും കേട്ടോ. അവിടെ കരച്ചിലും ബഹളമായിരിക്കും. അതിൻ്റെ ഇടയിൽ ഒരു വലിയ മണ്ണിരയെ കണ്ട് ഉണ്ണിച്ചേട്ടൻ എടുത്ത് കിണ്ടി എറിഞ്ഞതാട്ടോ നിങ്ങൾ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ ഞാനും പൊന്നും കൂടെ ടെറസിൽ നിന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ജോലിക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും പൊന്നും കൂടെ ചാറ്റയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ കുറച്ച് നേരം ടെറസിലെ കാഴ്ചകളൊക്കെ കണ്ട് ടെറസിൻ്റെ മുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും. കാരണം പൊന്നിന് ടെറസിൽ വന്നാൽ പെട്ടെന്ന് താഴോട്ട് പോണത് താല്പര്യമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവളുടെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് കളിക്കുക കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുറച്ച് പച്ചക്കറി കൃഷി കാണിച്ചു തരാം കേട്ടോ. ഇതൊക്കെ അമ്മയുടെ പരിപാടികളാണ്. കാരണം ഇതൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള കാര്യം കേട്ടോ. ചെടികൾ വളർത്താനും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ കുറച്ച് കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പച്ചക്കറി കൃഷിയാണ് മെയിൻ. അപ്പോൾ ഇതാ കുറച്ച് മുളക്, വെണ്ട, അതുപോലെ പടവലങ്ങ അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ കണ്ടിട്ട് പൊന്നൂനെ ഞാൻ താഴെ ഇറക്കി കേട്ടോ. ഇനി നിന്ന് അവൾ ഇവിടെ സീനാവും. അപ്പം ഇതുപോലത്തെ ഒരുപാട് ചെടികളുണ്ട് കേട്ടോ. ഈ പൂക്കൾ, 10 മണി അതുപോലെയൊക്കെ, ഇതൊക്കെ അമ്മ നട്ടുപിടിപ്പിക്കുന്നതാണ്. അത് കഴിഞ്ഞ് ഈ ഒരു വാൾപേപ്പർ ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചു കേട്ടോ. നല്ല ക്വാളിറ്റിയാണ്. അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് വീഡിയോസിൽ ബാക്ക്ഗ്രൗണ്ട് വരാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. അത് കഴിഞ്ഞ് അപ്പുറത്തെ മാമിയായിട്ട് പൊന്നു പോയിട്ട് അടിയുണ്ടാക്കിയിട്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞ വരവാട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് വിറകും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഗ്യാസിൻ്റെ ഷോർട്ടേജാണ് ഇപ്പോൾ അടുപ്പിലാട്ടോ ഫുഡ് വയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വിറക് അത്യാവശ്യമാണ്. അതുകൊണ്ട് പെട്ടെന്ന് ഉണക്കി എടുത്ത് വയ്ക്കാമെന്ന് വിചാരിച്ചു. നല്ല നനവായിരുന്നു കേട്ടോ. വിറകുകൾ മഴയത്ത് നനഞ്ഞു പോകുന്നിരിക്കുകയായിരുന്നു. പിന്നെ അതിനെയൊക്കെ ഒന്ന് വെയിൽ വന്നപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഉണക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ പൊന്നു അതിൻ്റെ ഇടയിൽ കൂടെ റോഡിലോട്ട് ഓടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവളെ വിളിക്കാനാണ് ഞാൻ ഈ നിൽക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി വീടിനകത്തുള്ള ജോലികളുള്ളൂ. പിന്നെ മാമിയുടെ അടുത്ത് കുറച്ച് കാര്യമൊക്കെ പറഞ്ഞിട്ട് നേരെ വീടിനകത്ത് വീടിനകത്ത് ഹോളൊക്കെ ഒന്ന് വൃത്തിയാക്കാമെന്ന് വിചാരിച്ചു. ഈ മേശയിലാട്ടോ എല്ലാവരും വരണവരും പോകണോണ്ട് സാധനങ്ങൾ വയ്ക്കുന്നത്. അതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പിന്നെ തുടച്ചിടാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം ഞാൻ തൂത്തുവാരി ഇട്ടു കേട്ടോ. അങ്ങനെ പിന്നെ മുറി, ഹോള് അങ്ങനെ പെട്ടെന്ന് തൂത്തുവാരി വൃത്തിയാക്കിയിടാം കേട്ടോ. ഇതിൻ്റെ ഇടയിൽ പൊന്നും എൻ്റെ അടുത്ത് നിന്ന് കളിയടിക്കുന്നതും ഓരോന്നൊക്കെ സംസാരിക്കുക കേട്ടോ. ഇപ്പം ഭയങ്കര സംസാരമാണ് ഇപ്പം. അതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങനെ കേട്ട് നിൽക്കണം. അതിൻ്റെ ഇടയിൽ ഇവളുടെ മൂഡ് എപ്പം മാറുമെന്ന് അറിഞ്ഞൂടാ. പെട്ടെന്ന് ജോലി ചെയ്തില്ലെങ്കിൽ ഇവൾ കരച്ചിലും ബഹളമായിരിക്കും. പിന്നെ ഒന്നും നടക്കുകയില്ല കേട്ടോ. അതുകൊണ്ട് പെട്ടെന്ന് എല്ലാ ജോലികളും ചെയ്തു. അപ്പോൾ തൂത്തുവാരി കിട്ടും. ഇതിൻ്റെ ഇടയിൽ ഞാൻ തുടച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വീഡിയോ ഓഫായിരുന്നു. അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ലായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴുകിയിട്ട് പൊന്നിന് ഓറഞ്ച്, അതായത് ഇത് മൊസമ്പി ആട്ടോ. രാത്രി ഓറഞ്ച് എന്നും പറഞ്ഞ് വാങ്ങിച്ചുകൊണ്ടുവന്ന മൊസമ്പി ആയിപ്പോയി. പൊന്നു അത് കഴിക്കത്തില്ല. അതുകൊണ്ട് തന്നെ അവൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ജ്യൂസൊക്കെ അടിച്ചു കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. പിന്നെ ജ്യൂസ് ഞാൻ പറഞ്ഞു തൊട്ട് അവൾക്ക് ജ്യൂസ് അത് വേണം. അങ്ങനെ ജ്യൂസ് അടിക്കുന്നതിന് നേരം കൊണ്ട് അമ്മ വന്നിട്ടുണ്ടായിരുന്നു തൊഴിലുറപ്പിന്. ഒരു ഗ്ലാസ് പിന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുകൊടുത്തു കേട്ടോ. കുറച്ച് ഐസൊക്കെ ഇട്ടിട്ട്. നല്ല ചൂടായിരുന്നു. അതുപോലെ തന്നെ തൊഴിലുറപ്പിന് പോയി കഷ്ടപ്പെട്ട് വന്നില്ലേ. ഇപ്പോൾ ജ്യൂസ് കൊടുത്തു. ഇപ്പോൾ ഉച്ചയായിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ വേണ്ടി പോകട്ടെ. അപ്പോൾ ആദ്യം തന്നെ പൊന്നിന് ഫുഡ് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡ് കഴിക്കാം.
അപ്പോൾ പൊന്നുവിന് ഫുഡ് കൊടുത്തപ്പോൾ അത് അമ്മയും ഫുഡ് കഴിച്ച് കഴിഞ്ഞു കേട്ടോ. പിന്നെ ഇതാ പോകാനുള്ള ധൃതിയിലായി. അപ്പോഴേക്കും ഇതാ പൊന്നു ആദ്യമേ അങ്ങ് ചാടി ഇറങ്ങി കേട്ടോ. അങ്ങനെ ഇതാ അവളെയും പിടിച്ച് വലിച്ച് കൊണ്ടുവന്ന് ഉറക്കി കിടത്തിയതിന് ശേഷം ഏട്ടനൊരു ഐസ്ക്രീം വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിക്കുന്നു, നല്ല മാംഗോ ഫ്ലേവർ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് ഏട്ടനും ഫുഡൊക്കെ കഴിച്ച് അച്ഛനും ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോയി. അത് കഴിഞ്ഞ് വൈകിട്ടപ്പോൾ ആയപ്പോൾ ഞാൻ ഒന്ന് വീട് വരെ പോകാമെന്ന് വിചാരിച്ചു, എൻ്റെ വീട്ടിലോട്ട്. അങ്ങനെ ഞാനും പൊന്നും കൂടെ നേരെ എൻ്റെ വീട്ടിലോട്ട് പോയി കേട്ടോ. അപ്പോൾ ഇനി അവിടെ ചെന്നാൽ പൊന്നിനെ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവരെല്ലാവരും ഉണ്ട്, അതുകൊണ്ട് നോക്കിക്കോളും. അങ്ങനെ ഇതാ വിട്ടടിച്ചതുപോലെ പോവുക കേട്ടോ ആൾ. അങ്ങനെ അപ്പോൾ അമ്മ കള്ളിക്കാട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് എത്തിയില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴേ എത്തി. പിന്നെ അനഘ അതുപോലെ മേഘ എല്ലാവരും ഉണ്ട് കേട്ടോ. മേഘ ഇപ്പോൾ ഇവിടെ ഉണ്ട്, പരീക്ഷ ആയതുകൊണ്ട് അവളിവിടെ നിൽക്കുക കേട്ടോ. അതിൻ്റെ ഇടയിൽ അമ്മ കുറച്ച് ചേന തോരൻ വയ്ക്കാനുള്ള പരിപാടിയിലായിരുന്നു രാത്രിത്തേക്ക്. പിന്നെ ഞങ്ങൾ ഇറങ്ങാറായി കേട്ടോ. അപ്പോൾ പിന്നെ എല്ലാവർക്കും ടാറ്റ ബേബി പറഞ്ഞ് ഞങ്ങൾ ഇറങ്ങാറായി. അപ്പോൾ പൊന്നും എല്ലാവർക്കും ഉമ്മൊക്കെ കൊടുത്തുകൊണ്ട് കിടക്കട്ടോ. ഇത്രയും ആൾക്കാരുള്ളതുകൊണ്ട് അവൾ എല്ലാവരും ഓടി നടന്ന് ഉമ്മ കൊടുക്കുക കേട്ടോ. അപ്പോഴേക്കും ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനും പൊന്നും കൂടെ നേരെ വീട്ടിലോട്ട് പോവുകയാണ്. കാരണം അമ്മയ്ക്ക് തീരെ വയ്യ, കാല് നല്ല വേദനയാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് കറി വെക്കണമായിരുന്നു രാത്രിത്തേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ പിന്നെ കറിയിലുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ കാലിപ്പോൾ 2 ദിവസം കൊണ്ട് വയ്യ കേട്ടോ അമ്മയ്ക്ക്. അതുകൊണ്ട് തന്നെ ജോലി ചെയ്യാൻ കുറച്ച് പാടാണ്. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന പരിപാടിയിൽ അമ്മയുണ്ടായിരുന്നു കേട്ടോ. കാരണം ആൾക്ക് നിന്നുകൊണ്ട് ചപ്പാത്തി ഉണ്ടാക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. പിന്നെ ഇപ്പോൾ ഒന്ന് ഓക്കെ ആയി വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ പൊന്നും എൻ്റെ അടുത്ത് നിന്ന് ഓരോന്ന് പറഞ്ഞ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഇതിൻ്റെ ഇടയിൽ പിന്നെ അമ്മ ചപ്പാത്തി ചുടണം, എൻ്റെ മുട്ടക്കറി വയ്ക്കുന്ന ആ ഒരു ജോലി കഴിഞ്ഞു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു. പിന്നെ ഏട്ടനും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഫുഡ് കഴിച്ചു. പിന്നെ പൊന്നു വയ്യാത്തതുകൊണ്ട് നല്ല കരച്ചിലും ബഹളമായിരുന്നു കേട്ടോ. ഇന്നലെ രാത്രി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു കേട്ടോ. കാരണം ഫുഡ് കഴിച്ചു പിന്നെ ഏട്ടൻ വന്ന ഏട്ടൻ ഫുഡ് കഴിച്ചു. അപ്പോൾ ഇതാ പൊന്നുവിന് തീരെ വയ്യായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ അവൾ കൂടുതൽ സീനായിട്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ലായിരുന്നു. ഇന്നലത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ ഈ വീഡിയോയിൽ ഞാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണ് ഏതാണെന്ന്. പിന്നെ കൂടുതൽ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റാത്തത് അതുകൊണ്ടാണ്. അപ്പോൾ പിന്നെ കിടന്നുറങ്ങി, ഇത്രയേ ഉള്ളൂ. പിന്നെ അപ്പോൾ ഇഷ്ടപ്പെട്ട ഇതുവരെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്നേഹ വിഷ്ണു വ്ളോഗ്സാണ്, എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് കൂടെ അടിക്കുക കേട്ടോ. ഓക്കെ, ബൈ.